ഓഫീസിൽ ചെന്ന് ചാർജ് എടുത്തിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. എന്റെ ഡ്യൂട്ടി നിശ്ചയിക്കേണ്ടത് അങ്ങല്ലേ? അത്രയും വേണ്ട. എന്നാലും മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ഞാൻ നിങ്ങളെ കൊണ്ട് സ്ഥലം മാറ്റിയെടുത്തത് എന്തിനാണെന്ന് അറിയാമല്ലോ. ആ, ഏതാണ്ട് ഒരു ഊഹമുണ്ട്. എന്റെ മോൾ ആരെയും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അവൾക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാനും കരുതി. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കേണ്ടത് എന്റെ ഒരു ആവശ്യവുമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയേ വേണ്ടു. നിങ്ങളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി എടുക്കുന്ന വിവരത്തിന് ഞാൻ മോൾക്ക് ഫോൺ ചെയ്തിരുന്നു. അവൾ ബാംഗ്ലൂരിൽ നിന്ന് മിക്കവാറും നാളെ വന്നേക്കും. ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ആര്? സൂസമ്മയോ? അതെ. എന്നിട്ട് ഫോണിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ആ വിവരം പറഞ്ഞില്ലല്ലോ. എന്റെ മകളായതുകൊണ്ട് പറയല്ല, ഭയങ്കര സ്മാർട്ടാണ് അവൾ. ആ, അത് പോട്ടെ. തമ്പി ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടുള്ള വിവരം ഈ നാട്ടാകെ ഒന്ന് അറിയണം. മനസ്സിലായല്ലോ? ആകെ ഒന്ന് കുലുക്കണമെന്നർത്ഥം. ആ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേട്ടത്. കഞ്ചാവിന്റെ നാടായതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ നേരിട്ട് സ്പെഷ്യലായിട്ട് അയച്ചിരിക്കുകയാണെന്ന് അറിവ്. അപ്പോൾ നമുക്ക് ജോലി കൂടുതലോ പരമാണെന്നുള്ള ചേട്ടാ? കൂടട്ടോ. കഞ്ചാവ് കിടത്തിന്റെ 2 കേസ് പിടിച്ചു കൊടുത്താ പ്രൊമോഷൻ ഷുവറാ. ഈ വയസ്സാം കാലത്ത് എനിക്കിനി പ്രൊമോഷനും വേണ്ട, ഒരു മോക്ഷവും വേണ്ട. തനിക്ക് വേണേ നോക്കൂ. ആ പൈലറ്റ് വന്ന് വണ്ടി എവിടെ? അത് 4 പേരെ ഇടിച്ചു തീർപ്പിച്ചിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു. അങ്ങനെ ഈ കിളിപാടിയിൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള തറക്കല്ലിടുവാൻ വേണ്ടി വന്നെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ നാട്ടുകാർക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മോളെ, യാത്രക്ക് സുഖമായിരുന്നോ? ഡാഡി എന്ത് എയർപോർട്ടിൽ വരാഞ്ഞത്? അതുകൊണ്ടല്ലേ തമ്പി വന്നത്. നിങ്ങൾക്കാവുമ്പോ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വരാമല്ലോ. അതിനിടയ്ക്ക് ഞാനെന്തിനാ? വാ. എന്താ ഇത്? ഇവിടെ പിരിവെടുത്താണോ? ഇത് പിരിവല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോൺ. ലോണോ? ഇതെന്താ ബാങ്കോ ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും. നേരാണോ തോണിച്ച? പിന്നെ ഞാനിപ്പൊ എടുത്തതല്ലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല.
നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്, ഓ മാൻ. ഇറ്റ് ഈസ് എ റോങ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. യുവർ ഐസ് ഡസ്റ്റ് ആൻഡ് യു ഡസ്റ്റ് അതേഴ്സ് ഐ. ഞാൻ സിസ്റ്ററെ ഒന്ന് കാണാൻ നിൽക്കുകയായിരുന്നു. എന്താ വിശേഷം? എവിടെയാ സിസ്റ്ററിന്റെ വീട്? കുറച്ച് അകലെയാ. അകലെന്ന് പറഞ്ഞാൽ? അടുത്തല്ല എന്നർത്ഥം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം? സിസ്റ്റർ, ഞാനൊരു പുരുഷനാണ്, അവിവാഹിതനുമാണ്. സുന്ദരിയായ സിസ്റ്ററെ കണ്ടപ്പോൾ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. സിസ്റ്ററുടെ വീട്ടുകാർ സമ്മതിച്ചാൽ? അപ്പോ എന്റെ സമ്മതം വേണ്ടേ? സിസ്റ്റർ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇല്ല, എനിക്ക് സമ്മതമില്ല. നിങ്ങൾ എനിക്ക് വെറുപ്പാണ്. എല്ലാ പെണ്ണുങ്ങളും ആദ്യമൊക്കെ ഇങ്ങനെയാണ്. മിസ്റ്റർ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? ഇങ്ങനെയൊന്നും പിണങ്ങി പോയാലോ? ചുമ്മാ പേടിപ്പിക്കാ സിസ്റ്ററെ. ഞാനൊന്ന് തൊട്ടെന്ന് വെച്ച് ഉരുകിപ്പോയൊന്നുമില്ലല്ലോ. അപ്പോഴേ പെമ്പിള്ളാരെ വഴി നടക്കാൻ അനുവദിക്കില്ലേ? അത് ചോദിക്കാം നീ ആരാടാ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരണം. സാറേ, പോലീസ് സാറേ, ഭാവിയുടെ ബാസുരം LIC. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ ഒരു പോളിസി എടുക്കുന്നു. എങ്കിൽ ഇപ്പോ ഈ ആപത്ത് ഘട്ടത്തിൽ അത് ഉപകരിക്കുമായിരുന്നു. പോടോ, ഒരു പോളിസി എടുക്ക് സാറേ. താങ്കൾ പോകുന്നുണ്ടോ? എന്നാ അങ്ങോട്ട് ചെല്ലേ. ഇയാൾക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാവുന്നതാ. കയ്യിലിരിപ്പ് അതല്ലേ. ഞാനിപ്പോ പറയാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? പോലീസുകാരനുമായിട്ട് വഴക്കുണ്ടാക്കിയത് ശരിയായില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ അത് സഹായിച്ചു എന്നാ എന്റെ അഭിപ്രായം. സാറാമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളച്ചു. അത് ഞാനൊന്നറിയാതെ എങ്ങനെയാ? ഇപ്പോഴേതായാലും അറിഞ്ഞില്ലേ? അമ്മച്ചി അറിയിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ആലോചിച്ച് കണ്ടുപിടിച്ച വിദ്യയല്ലേ ഇത്? പാവം പോലീസുകാരനെ അടിച്ച് പഞ്ചറാക്കി. പോളിയിടുന്നു. ഏതായാലും സണ്ണിയും ലീലാമ്മയുള്ള വിവാഹത്തിന് എല്ലാവരും അനുകൂലമാണ്. ഇനി ലീലാമ്മയുടെ വീട്ടുകാരുടെ അഭിപ്രായം കൂടെ അറിയാനുള്ളൂ. അപ്പനും അമ്മ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാൻ എഴുതിക്കൂടെ ലീലാമ്മേ? ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എഴുതാം, അഡ്രസ് തന്നാ മതി. അത് വേണ്ടച്ചു. ലീലാമ്മയുടെ അഡ്രസ് വാങ്ങിച്ച് ഞാൻ തന്നെ എഴുതാം. ശരി.